വി അൻവറിനെ അനാഥമാകണമെങ്കിൽ പടത്ത് റബ്ബ് തീരുമാനിക്കണം. ഈ പറയുന്ന ആളുകള്, ഈ നേതാക്കന്മാരെല്ലാം തീരുമാനിക്കണം. രണ്ടാമത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കണം. സർവശക്തനായ ദൈവവും നിലമ്പൂരിലെ ജനങ്ങളും എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുള്ള ഒരു സർവശക്തനായ ദൈവവും നിലമ്പൂരിലെ ജനങ്ങളും എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ട്രാറ്റജി അനുഭവത്തിൽ ഞാൻ നിൽക്കുമ്പോ ഞാൻ എന്തിനാ അനാഥ? 9,000-ഓളം വീട് നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ നടന്നു കയറിയവനാ ഞാൻ. അങ്ങനെയാ മുനിസിപ്പാലിറ്റി ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അവിടെ ഞാൻ വരുമ്പോ CPM-ന് 3 സീറ്റാ ഉള്ളത്, 4 സീറ്റ്, ഒരു സ്വതന്ത്രം നടക്കും. CPI-ക്ക് 2. 9,000-ഓളം വീട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം. ഈ നാടില് ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഇടപെടാൻ, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കി തരാൻ, ആശുപത്രിയിൽ, സ്കൂളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇദ്ദേഹം തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി നിങ്ങൾ തിരിച്ചു വോട്ട് ചെയ്തെങ്കിൽ എനിക്ക് ഈ ഡെവലപ്മെന്റ് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ് 9,000 വീട് ഏത് MLA കയറും? രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വീട് കയറ്റം ഉച്ചക്ക് 11 മണി വരെയും കയറും. 11 മണി തൊട്ട് ഈ പറയുന്ന 2, 2:30, 3 മണി വരെ ഒന്ന് റെസ്റ്റ് ചെയ്യും. 3 മണി തൊട്ട് രാത്രി 10 മണി വരെ വീട് കയറും. ഒരു ദിവസം 600-ഉം 700-ഉം 800-ഉം വീട് കയറിയ ദിവസമുണ്ട്. ഞാൻ 2 മസിലും പൊട്ടിയിട്ട് നീക്കപ്പെട്ടിട്ടായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ പിടിച്ചെടുത്തിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വികസനങ്ങൾ ഞാൻ സാധ്യമാക്കിയത്. അപ്പൊ പറയുന്ന അൻവറിന് ഒരു എന്താ പറയാ, രോമത്തിന്റെ പങ്കാളിത്തത്തിൽ ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക്. ഞാൻ പിണറായി വിജയനുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് ഇറങ്ങി വരേണ്ടി വരും. എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ഇതിന് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം എന്താ ചിന്തിക്കുക, ആ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണം. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്നതാണ് തമിഴ്നാട്. ഏകദേശം 35ഓളം ലക്ഷം മലയാളികൾ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും DMK-യുമായി ഒരു ധാരണയുണ്ടായി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയാ, സെക്യുലറിസത്തിന് വേണ്ടി BJP-ക്കെതിരെ നിലകൊണ്ട ഒരു നേതാവ് കൂടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ നിലക്ക് അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ ആദ്യം തേടിയത്. അതിന് അവർ വളരെ അനുകൂലവുമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു? പിണറായി വിജയൻ കടക്കൽ കത്തിവെച്ചു. അതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഞാൻ അടുത്ത ആൾട്ടർനേറ്റീവ് ആലോചിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് മാർഗം? പിണറായി വിജയനും ഇടപെട്ടാലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഇടപെട്ടാലും എന്നെ സ്വീകരിക്കാൻ ശേഷിയുള്ള, ത്രാണിയുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് പിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് മമതാ ബാനർജി ഉള്ളൂ. പിണറായി വിളിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസിന്റെ ലീഡേഴ്സ് വിളിച്ചിട്ടും കാര്യമില്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ